ഈ വാരം നമുക്ക് മുടപ്പുലൂരിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. മുടപ്പുലൂരിൽ നിന്നും ദേവയാനിയാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. എൻ്റെ മകൾ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ഇപ്പോൾ ഇത്തിരി പുറകോട്ടാണ്. പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് മോൾ പറയുന്നത്. മോളുടെ ജാതകപ്രകാരം ഇപ്പോൾ ദോഷകാലമാണോ? വിദ്യാഗുണത്തിനായി എന്ത് വഴിപാടാണ് നടത്തേണ്ടത് എന്നാണ് ദേവയാനി എഴുതി ചോദിച്ചിരിക്കുന്നത്. 2001 ജൂൺ മാസം 4-ാം തീയതി രാത്രി 7:53 മോളുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം വിശാഖം നക്ഷത്രം 4-ാം പാദത്തിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം നല്ല ഗുണകരമായിരിക്കുന്ന ജാതകമായിട്ടാണ് പറയാം. ഗജകേസരി യോഗം, അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒരു യോഗമായിരിക്കുന്ന ഭദ്ര എന്നുള്ളതായിരിക്കുന്ന ഒരു യോഗം, അതുപോലെ തന്നെ ഉഭയജിരി എന്നുള്ളതായിരിക്കുന്ന ഒരു യോഗം, അങ്ങനെയുള്ള അനവധി ഭാഗ്യയോഗങ്ങളെല്ലാം തന്നെയുള്ള ഒരു ജാതകമായിട്ടാണ് മോളുടെ ജാതകം പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ പക്ഷബലമുള്ള, ചന്ദ്രന് പക്ഷബലമുള്ള സമയത്തിനുമാണ് ജനിച്ചിരിക്കുന്നത്. ജാതകത്തിൽ തന്നെ കേസരി യോഗം ഉള്ളത് കൊണ്ട് തന്നെ കേസരി യോഗി ജാതോ ധനവാൻ സുകുലാദിപോ മഹാപ്രാജ്ഞ. മഹാപ്രാജ്ഞ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നല്ല വിദ്യ ഉണ്ടാകണം എന്നുള്ളതായിരിക്കുന്ന യോഗമുണ്ട്. അതുമാത്രമല്ല വാഗ്മി ഭദ്രയോഗത്തിൽ പറഞ്ഞ പ്രകാരം വാഗ്മി പടുഹു എന്നുള്ളതാണ് പറയുന്നത്. പടു എന്ന് വെച്ചാൽ നല്ല ബുദ്ധി കൂർമ്മത ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ജാതകമാണ് മോളുടെ ജാതകം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന സമയങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്, ജാതകപ്രകാരം ആദ്യം ജനന സമയം വ്യാഴദശാകാലമായിരുന്നു. അത് വളരെ കുറച്ചൊരു കാലഘട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ശനിദശാകാലമാണ് ജാതകവശാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിദശാകാലം 2021 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാര കാലഘട്ടമായിട്ടാണ് പറയുക. ശനിദശ ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുമെങ്കിൽ തന്നെയും ശനിദശയിലുള്ളതായിരിക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അപഹാരം അത്ര കണ്ടൊരു ഗുണപ്രദമായിട്ടുള്ളൊരു സമയമായിട്ടല്ല പറയുക. കാരണം ശനിയുടെ ശത്രുക്കളായിട്ടാണ് ഈ 3 ഗ്രഹങ്ങളെയും കണക്കാക്കാം. ദശേഷ വൈദ്യുതു നിജാപഹാര എന്നുള്ള പ്രമാണപ്രകാരം ദശാനാഥൻ്റെ ശത്രുവായിരിക്കുന്ന അപഹാരനാഥൻ്റെ കാലഘട്ടത്തിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ തന്നെ വന്നു ചേരുമെന്നാണ് പറയാം. അപ്പോൾ ഈ ചന്ദ്രൻ്റെ അപഹാരം 2013 ഏപ്രിൽ മാസം 20-ാം തീയതി ആരംഭിച്ചതാണ്. 2014 നവംബർ 19 വരെ ഉണ്ട്. നവംബർ 19 ശേഷവും പിന്നീട് വരുന്ന ചൊവ്വയുടെ അപഹാരവും ഇത്തിരി ദോഷം തന്നെയാണ്. 2015 ഡിസംബർ മാസം വരയ്ക്ക് ജാതകവശാൽ പ്രധാനമായിട്ടും ചൊവ്വയുടെ അപഹാര കാലഘട്ടം നിൽക്കുന്നുണ്ട്. ഈ സമയ കാലഘട്ടമൊക്കെ തന്നെ കുറച്ചൊരു ദോഷം ചെയ്യുന്നൊരു സമയ കാലഘട്ടമായിട്ടാണ് പറയുക. അത് മാത്രമല്ല മോളുടെ ജാതകപ്രകാരം ഏഴരശനി എന്നുള്ളൊരു സമയദോഷം കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നത് ഗുണകരമായിരിക്കും. ഒപ്പം ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ സാരസ്വത അർച്ചന എന്നുള്ളതായിരിക്കുന്ന വഴിപാടിന് കൊടുക്കുന്നതും വിദ്യാരാജഗോപാല യന്ത്രമോ താരായന്ത്രമോ സാരസ്വത യന്ത്രമോ ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വിദ്യാപുരോഗതിക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു 2 വർഷത്തിൻ്റെ സമയ കാലഘട്ടത്തിൽ ദോഷപ്രദമായിരിക്കുന്ന സമയമായിട്ട് പറയുന്നത് കൊണ്ട് ദേഹരക്ഷ ചെയ്യുന്നതും ക്ഷേത്രത്തിലെ അർച്ചന മുതലായുള്ള വഴിപാടുകൾ നടത്തുന്നതും ശനിവാര വ്രതങ്ങളെല്ലാം തന്നെ എടുക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മുടക്കങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രതിവിധികൾ നിർബന്ധമായും കുട്ടിയെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുക.